മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ജോബ് 1:21, The book of Job chapter 1 verse 21. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തും. സാഹചര്യങ്ങൾ അനുകൂലമെങ്കിൽ ധീരമായി സംസാരിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും വലിയ വിഷമമില്ല. നഷ്ടവും നിരാശയും ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ദൈവസ്നേഹത്തെ സംശയിക്കാതെ ധൈര്യമായിരിക്കുവാൻ സാധിക്കുമെങ്കിൽ നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ദൈവഭക്തനായ ജോബ് പല വിധത്തിൽ വിഷമങ്ങൾ അനുഭവിച്ചു. സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു. 10 മക്കൾ ഒരുമിച്ച് അത്യാഹിതത്തിൽ മരിച്ചു. ശരീരം മുഴുവൻ വ്രണം ബാധിച്ചു. ഭാര്യ പോലും തന്നെ വെറുത്തു. ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ആത്മഹത്യ ചെയ്യുവാൻ അവൾ ഉപദേശിച്ചു. ഇതുകൊണ്ടൊന്നും ജോബ് നിരാശനായില്ല. ദൈവസ്നേഹത്തെ സംശയിച്ചുമില്ല. അവനെന്നെ കൊന്നാലും ദൈവത്തിൽ ആശ്രയിക്കുമെന്ന് തറപ്പിച്ചു പറഞ്ഞു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് പറഞ്ഞ് ധൈര്യപ്പെട്ടു. സ്നേഹിതർ നമ്മെ അവഗണിച്ചാൽ നാം നിരാശപ്പെട്ടേക്കാം. പ്രിയപ്പെട്ടവരുടെ അകാല ചരമവും വേർപാടും അഗാധ ദുഃഖത്തിന് കാരണമാകാം. തൊഴിൽ രഹിതയായി വരുമാന മാർഗം ഇല്ലാതായാൽ നിരാശരായി തീർന്നേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ പതറാതിരിക്കുകയാണ് ആവശ്യം. ആപത്തിലും തകർച്ചയിലും എപ്പോഴെങ്കിലും പെടാത്ത ആരും ഈ ലോകത്തുണ്ടാവുകയില്ല. അത്തരം സാഹചര്യങ്ങളിൽ സമചിത്തത പാലിച്ചവരാണ് മഹാന്മാർ. ജർമ്മൻ സൈന്യം ഇംഗ്ലണ്ട് ആക്രമിച്ചപ്പോൾ വരുമ്പോഴപ്പോൾ ചർച്ചിലിന് കൈവതലുണ്ടായിരുന്നത് ദൈവാശ്രയവും ധീരതയും മാത്രമായിരുന്നു. ലണ്ടൻ പട്ടണത്തിൽ ബോംബുകൾ വീണപ്പോൾ ആ മനുഷ്യൻ കുലുങ്ങിയില്ല, അവസാനം വിജയിച്ചു. ആപത്തിൽ ധീരരായി ധൈര്യം നഷ്ടപ്പെടാതെ ജീവിക്കുമ്പോൾ അത് ഏറ്റവും നന്മയാണ്. ഒരു കളിക്കാരനെ പോലെ ആപത്തുകളെ കൈകാര്യം ചെയ്യണം. ജോബിന് നഷ്ടപ്പെട്ടവയെ ഇരുട്ടടിയായി കൊടുത്ത ആ ദൈവം ജീവിക്കുന്നുണ്ട് എന്നോർക്കണം. അതെ, ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് കാണുന്നവർക്ക് ദൈവം തന്നെ എല്ലാം മടക്കിത്തരും. എന്ത് നഷ്ടം ജീവിതത്തിലുണ്ടായാലും ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.